ഹലോ, ഈ വർഷത്തെ നീറ്റ് 2025 എക്സാമിന്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നോക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് എക്സ് ആൻഡ് വൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ ഒന്ന് യൂട്യൂബിൽ ഇടണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ യൂഷ്വലി നമ്മൾ എല്ലാവരും ചെയ്ത് പഠിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ജെഇക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്തായാലും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ നീറ്റിനെ ആസ്പയർ ചെയ്യുന്ന കുട്ടികൾ മേ ബി ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ, ഇത്രയും ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ചെയ്ത ആളുകൾക്ക് ഇത് ഈസിലി എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും അതിൽ എക്സ് ആൻഡ് വൈ ഉള്ളത് കൊണ്ട് അത് സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. 2 cities X and Y are connected by a regular bus service with a bus leaving in either direction every T minutes. അപ്പം എക്സും വൈ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ ബസ് സർവീസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. T മിനിറ്റ് എത്രയാണെന്ന് അറിയില്ല, അതിലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് റെഗുലർ ഇന്റർവെൽസിൽ. എ ഗേൾ ഇസ് ഡ്രൈവിംഗ് എ സ്കൂട്ടി വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h. അപ്പോൾ 60 km/h ഗേൾ എന്ത് ചെയ്യുന്നത്, ഇൻ ദ ഡയറക്ഷൻ X to Y യിലേക്ക് മൂവ് ചെയ്യുന്നത്. നോട്ടീസസ് ദാറ്റ് എ ബസ് ഗോസ് പാസ്റ്റ് ഹെർ എവറി 30 minutes. എവറി 30 minutes എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് സെയിം ഡയറക്ഷനിൽ 30 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഈ കുട്ടിയെ പാസ് ചെയ്ത് പോവുകയാണ്. അതുപോലെ തന്നെ എവറി 10 minutes ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ബസ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ പീരീഡ് ടി ഓഫ് ദ ബസ് സർവീസ് ആൻഡ് ദ സ്പീഡ് അസ്യൂംഡ് കോൺസ്റ്റന്റ് ഓഫ് ദ ബസ്സസ്. ബസ്സിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാ ബസ്സുകളുടെയും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ബസ്സിന്റെ ഇൻഡിവിജ്വൽ സ്പീഡും അതുപോലെ തന്നെ ആ ബസ് സർവീസ് നടത്തുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അത് രണ്ടുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് കിടക്കാം. സോ ഈസിയർ ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് വെലോസിറ്റിയിൽ നമുക്കറിയാം, നമ്മൾ സെയിം ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റിന്റെ കൂടെ സെയിം ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി മൈനസ് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയാണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമ്മാണ് അല്ലേ. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ബസ് ഫാസ്റ്റർ ആയിട്ട് വരുന്നതായിട്ടാണ് തോന്നുക, സെയിം ഡയറക്ഷനിൽ പോകുന്ന ബസ് കുറച്ചുകൂടെ സ്ലോവർ ആയിട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാനിവിടെ എക്സും വൈ രണ്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വി ജി എന്ന് പറയുന്നതാണ് ഗേളിന്റെ വെലോസിറ്റി, ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തു. ആൻഡ് അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ബസ് ലെറ്റ്സ് B1 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പം കുട്ടിയെ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുട്ടി ജേർണി കണ്ടിന്യൂ ചെയ്യാണ്. B2 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയപ്പോൾ രണ്ടാമത്തെ ബസ് പാസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, VB ആണ് ബസ്സിന്റെ സ്പീഡ്. അതുപോലെ തന്നെ തിരിച്ച് ഓപ്പോസിറ്റിൽ ബസ്സുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ B1 എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു ബസ് ട്രാവൽ ചെയ്തു പാസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ B2 എന്ന് പറയുന്ന പൊസിഷൻ എത്തിയപ്പം രണ്ടാമതൊരു ബസ് പാസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ രണ്ട് എക്സാമ്പിൾസ് മാത്രം എടുത്തു എന്ന് മാത്രം. ഇവിടെ ഏറ്റവും ക്രൂഷ്യലായിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റിലേറ്റീവ് വെലോസിറ്റി എല്ലാവർക്കും അറിയണം. സോ വി റിലേറ്റീവ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വി റിലേറ്റീവ് ഫ്രം എക്സ് ടു വൈ, എക്സിൽ നിന്ന് വൈയിലേക്കുള്ള റിലേറ്റീവ് സ്പീഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനിലാണ് ഗേളും അതുപോലെ തന്നെ ബസ്സും ട്രാവൽ ചെയ്യുന്നത്. അതിന് ബസ്സിന്റെ സ്പീഡാണ് കൂടുതൽ എന്ന് എല്ലാവർക്കും അറിയാം. സോ VB മൈനസ് വി ഗേൾ എന്ന് നമുക്ക് റിലേറ്റീവ് സ്പീഡ് എഴുതാം. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന വി റിലേറ്റീവ് ഇൻ Y to X ഡയറക്ഷൻ. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റിലേറ്റീവ് സ്പീഡ് ബസ്സും ഈ ഗേളിന്റെ സ്കൂട്ടറും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം, VB പ്ലസ് VG എന്ന് എഴുതാം. ഓക്കെ, ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ട് പോകുമ്പം ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും എന്ത് ചെയ്യാണ്, ബസ് കുട്ടിയെ ക്രോസ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ബസ് കുട്ടിയെ ക്രോസ് ചെയ്ത് രണ്ടാമത്തെ ബസ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും 30 മിനിറ്റിന്റെ ഗ്യാപ്പ് ഇതിനിടയിലുണ്ട്, ഈ പൊസിഷൻസിന്റെ ഇടയിലുണ്ട്. എന്ന് മാത്രമല്ല അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ലെറ്റ്സ് നമുക്ക് D ആണെന്ന് എടുക്കാം. ഈ ബസ്സുകൾ സെയിം ഡയറക്ഷൻ X to Y പോയപ്പം ബസ് പാസ് ചെയ്ത രണ്ട് പോയിന്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ലെറ്റ്സ് D ആണെന്ന് എടുക്കാം. ആ ഡിസ്റ്റൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകളെ മാത്രം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബസ്സുകളെ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ബസ്സുകൾ എടുത്തിട്ടുള്ളത് VB എന്ന് പറയുന്ന സ്പീഡ് തന്നെയാണ് അല്ലേ. ഇതിനിടയ്ക്ക് ബസ്സുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ആണ് ആക്ച്വലി അത് ബസ്സുകൾക്കിടയിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആണ്. ബസ്സുകൾ ഈ കുട്ടിയെ പാസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ B1 B2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്, 2 ബസ്സസ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എന്ത് പറയാം, ഈ ബസ്സുകൾക്കിടയിലുള്ള സ്പേസിങ് അല്ലെങ്കിൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ബസ്സസ് എന്ന് പറയുന്നത് D ആണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതായത് റോഡിൽ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഈക്വൽ ഇന്റർവെൽസിലാണ് ബസ് പുറപ്പെടുന്നത്, ബസ്സിന്റെ സ്പീഡും സെയിം ആണ്. എന്ന് വെച്ചാൽ അറ്റ് എനി പോയിന്റ് നമ്മൾ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ബസ്സുകൾ എടുത്താൽ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് സെയിം തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ നമുക്ക് കത്തേണ്ട, അല്ലെങ്കിൽ ഡ്യൂറിങ് ദി എക്സാം നമ്മുടെ തലയിലേക്ക് കത്തേണ്ട വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെപ്പറേഷൻ ബിറ്റ്വീൻ ബസ്സസ് ഈ കുട്ടി ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കടക്കാവുന്നതാണ്. അതായത് എക്സിൽ നിന്നും വൈയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ സെപ്പറേഷനെ എങ്ങനെ എഴുതാം,
റിലേറ്റീവ് വെലോസിറ്റി ഈ ഒരു സെപ്പറേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുത്തു? രണ്ടുപേരും ഒരുമിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ആ ടൈം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ മുതൽ അങ്ങോട്ട് എത്താൻ ആദ്യത്തെ ബസ് വന്നു, പിന്നെ അടുത്ത ബസ്സിലേക്ക് എത്താൻ വേണ്ട ടൈം ടേക്കൺ എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. ഓക്കെ, 30 മിനിറ്റ് അഥവാ 1/2 ഹവർ. 1/2 ഹവർ ആണ്. അപ്പോൾ 1/2 ഹവർ ടൈം ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? സ്പീഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് കൊടുക്കാവുന്നതാണ്. ഡി ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? റിലേറ്റീവ് സ്പീഡ് ആയിട്ടുള്ള അങ്ങോട്ട് പോകുന്ന സമയത്തുള്ള റിലേറ്റീവ് സ്പീഡ് VB മൈനസ് VG ആണ്. ഓക്കെ, സോ 1/2 ഇസ് ഈക്വൽ ടു, ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബസ്സസ്, അഡ്ജസ്റ്റന്റ് ബസ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്കത് ഈ റിലേറ്റീവ് സ്പീഡൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? സ്പീഡ് ഓഫ് ദ ബസ് ഇൻറ്റു ടൈം ബിറ്റ്വീൻ ദം അല്ലേ, സ്പീഡ് ഓഫ് ദ ബസ് ഇൻറ്റു ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ദം. ഇത് റിലേറ്റീവ് മോഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. ഇനി അതിലെ ഡി തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? റിലേറ്റീവ് മോഷൻ ഒന്നും ഇല്ലാതെ ഡി ഈക്വൽ ടു സ്പീഡ് ഓഫ് ദ ബസ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ദം എന്നും എഴുതാം. കാരണം അത് ഫിക്സഡ് ആണ്. അതിന് കുട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഡി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫിക്സഡ് ആണ്. ഓക്കെ, സോ VB ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ VB മൈനസ് VG. ഇതാണ് എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്ന സമയത്തുള്ള നമുക്ക് എഴുതാൻ പറ്റുന്ന റിലേഷൻ. ഇതുപോലെ തന്നെ വൈയിൽ നിന്ന് എക്സിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ, ഇതുപോലെ തന്നെ വൈയിൽ നിന്നും എക്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സിമിലർ ആയിട്ടുള്ള കാര്യം എഴുതാം. ഇവിടെ നമ്മൾ എഴുതി എന്താണ്? വൈയിൽ നിന്ന് എക്സിലേക്ക് പോകുന്ന സമയത്ത് ഈ ബസ്സുകളെ ഈ കുട്ടി മീറ്റ് ചെയ്യുന്ന ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10 മിനിറ്റ്സ് ആണ്. അതായത് 1/6 ഹവർ ആണ്. ഹവറിലേക്ക് എന്തായാലും കൺവേർട്ട് ചെയ്യണം, എന്നാലാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ ഡി ഡിവൈഡഡ് ബൈ നമുക്ക് VB മൈനസ് VGക്ക് പകരം VB പ്ലസ് VG എന്ന് എഴുതാം. VB പ്ലസ് VG. അപ്പോൾ ആ ബസ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുട്ടി ട്രാവൽ ചെയ്തിട്ട് 10 മിനിറ്റ് കൊണ്ടാണ് ആ ഡിസ്റ്റൻസ് കുട്ടിക്ക് എന്ത് തോന്നിയത്, കവർ ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ റീസൺ ഈ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എന്താണ്? റിലേറ്റീവ് സ്പീഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1/6 ഇസ് ഈക്വൽ ടു ഡി എന്നതിന് പകരം ആദ്യമേ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഫിക്സഡ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡി സെയിം ആണ്. VB ഇൻറ്റു ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. VB മൾട്ടിപ്ലൈഡ് ബൈ ടൈം പീരീഡ്. ഓക്കെ, VB പ്ലസ് VG എന്ന് വരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. 2 അൺനോൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. VG നമുക്ക് ഓൾറെഡി അറിയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. അപ്പോൾ 1/2 ഞാനിവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്തിലേക്ക് എത്തും? സൊല്യൂഷനിലേക്ക് എത്തുന്നതാണ്. സോ ആസ് യു ക്യാൻ സി 1/2 LHSൽ എന്താ ഉള്ളത്? 1/2 ഡിവൈഡഡ് ബൈ 1/6 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? 1/2 കറസ്പോണ്ടിങ് ആയിട്ട് VB ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ VB മൈനസ് VG. ഓക്കെ, സോ VB ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ VB മൈനസ് VG എന്ന് വരും. അതുപോലെ തന്നെ അവിടെ അടുത്തത് VB ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ VB പ്ലസ് VG. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 6 മുകളിലേക്ക് പോകും. അത് 6/2 ആകും. ടോട്ടൽ ലെഫ്റ്റ് സൈഡിൽ 3 വരും. റൈറ്റ് സൈഡിലെ ന്യൂമറേറ്റർ രണ്ടും എന്ത് ചെയ്യാണ്? സെയിം ക്യാൻസൽ ചെയ്ത് പോകാനുള്ളതാണ്. അതിന് മുകളിൽ ആര് വരും? VB പ്ലസ് VG ഡിവൈഡഡ് ബൈ VB മൈനസ് VG എന്ന് വരും. ഇതിലെ ഗേളിൻ്റെ സ്പീഡ് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. സോ 3 ഇസ് ഈക്വൽ ടു ബസ്സിൻ്റെ സ്പീഡ് പ്ലസ് 60 ഡിവൈഡഡ് ബൈ VB മൈനസ് 60 എന്ന് വരും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ 3 VB മൈനസ് 180 ഇസ് ഈക്വൽ ടു VB പ്ലസ് 60 എന്ന് വരും. റൈറ്റ്, ആ VBനെ ഇങ്ങോട്ട് എടുത്തിടുക, 120നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 VB ഇസ് ഈക്വൽ ടു എത്ര വരും? 240 എന്ന് വരും. സ്പീഡ് ഓഫ് ബസ് ഇസ് ഈക്വൽ ടു 120 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. നമ്മളെല്ലാം കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ആൻസർ നിർത്താം. കാരണം 120 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇനി ആ കിട്ടിയിരിക്കുന്ന വാല്യൂ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ, ഇതിൽ ഏത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താലും 1ലോ 2ലോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ T എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണെന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 ശരിക്കും കണ്ടുപിടിക്കണമെന്നില്ല. ഇവിടെ തന്നെ ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് യൂഷ്വലി എല്ലാവരും പഠിക്കുന്നത് തന്നെയാണ്. എത്ര ആളുകൾ ഇത് ചെയ്തു, അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ കാണാതെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതും നിങ്ങൾ താഴെ കമൻ്റായിട്ട് പറയുക. ഓക്കെ, താങ്ക് യു.